പിതൃതർപ്പണത്തിനൊരുങ്ങി ആലുവ മണപ്പുറം. ഇന്ന് അർദ്ധരാത്രി മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി വിളക്കും എഴുന്നള്ളിപ്പും കഴിഞ്ഞാണ് ഔപചാരികമായി ബലിയിടൽ തുടങ്ങുക. ഉച്ചമുതൽ ആയിരക്കണക്കിന് ഭക്തരാണ് ആലുവയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. വിവരങ്ങളുമായി കിരൺ കുമാർ ചേരുകയാണ്. കിരൺ, ഭക്തരുടെ വലിയ പ്രവാഹം തന്നെയാണോ ആലുവ മണപ്പുറത്തേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്? ചടങ്ങുകളുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞോ? മറ്റു വിവരങ്ങൾ കൂടി. KP ഇന്ന് അർദ്ധരാത്രിയോടുകൂടി നടക്കുന്ന വിളക്ക് എഴുന്നള്ളത്തുമായി ബന്ധപ്പെട്ടാണ് ഈ ആലുവ ശിവരാത്രി മണപ്പുറത്തെ ബലിതർപ്പണത്തിന് ഔപചാരികമായിട്ടുള്ള തുടക്കം കുറിച്ചത്. എന്നാൽ മുതൽ തന്നെ നടത്തി വരുന്ന കാഴ്ച തന്നെയാണ് ഈ ആലുവ ശിവരാത്രി മണപ്പുറത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വലിയ ഒരു ഭക്തജന തിരക്ക് ഇപ്പോൾ തന്നെ അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ കാണുന്നത് മാത്രമല്ല, ഇനി ഏതാനും സമയം കൂടി കഴിഞ്ഞാൽ വലിയൊരു തിരക്ക് കൊണ്ട് വലിയ രീതിയിൽ തന്നെ ഭക്തരെ കൊണ്ട് ഈ ആലുവ ശിവരാത്രി മണപ്പുറം നിറയും എന്നതായിട്ടുള്ള കാഴ്ചകളാണ് എപ്പോഴും കാണാൻ സാധിക്കുന്നത്. വലിയ വിപുലമായിട്ടുള്ള ഒരു സജ്ജീകരണങ്ങൾ തന്നെ ഈ ബലിതർപ്പണത്തിന് വേണ്ടി ആലുവയിൽ ഒരുക്കിയിട്ടുണ്ട്. 116 ബലിത്തറകളാണ് ഈ വർഷം ഈ ബലിതർപ്പണവുമായി ബന്ധപ്പെട്ട് ആലുവ ശിവരാത്രി മണപ്പുറത്ത് ദേവസ്വം ബോർഡ് ഒരുക്കിയിരിക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ മണപ്പുറത്ത് രാവിലെ മുതൽ തന്നെ ആളുകളെത്തി തമ്പടിച്ച് കാത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാത്രി നടക്കുന്ന ചടങ്ങാണ് പ്രധാനപ്പെട്ട ചടങ്ങ്. അതോടുകൂടിയാണ് ഈ ഔപചാരികമായിട്ടുള്ള ബലിതർപ്പണത്തിന് തുടക്കം കുറിക്കുക. ഈ ചടങ്ങിന് വേണ്ടി കാത്തിരിക്കുന്ന ഭക്തരെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഈ ശിവരാത്രിയുടെ മറ്റൊരു പ്രത്യേകത, ഇന്ന് ഉറക്കമൊഴിച്ചുകൊണ്ട് ദേവനാമം, ശിവന്റെ നാമങ്ങൾ ഉച്ചരിച്ച് ഇത്തരത്തിൽ രാത്രി ഉറക്കമൊഴിച്ച് കാത്തിരിക്കുന്നതായിട്ടുള്ള ചടങ്ങുണ്ട്. ഈ ഒരു ചടങ്ങിന് വേണ്ടി ആളുകൾ ഭക്തർ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ആലുവയിൽ കാണാൻ സാധിക്കുന്നത്. കിരൺ, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കിരൺ പറഞ്ഞതിനെ പോലെ തന്നെ വലിയ രീതിയിലുള്ള ഭക്തജനങ്ങളുടെ ഒരു ഒഴുക്ക് തന്നെയാണ്. കിരൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ഉറക്കമൊഴിക്കേണ്ട ഒരു ദിവസം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഭക്തർ ആ ഒരു ചടങ്ങുകളും കഴിഞ്ഞ് ഉറക്കമൊഴിച്ച് എല്ലാ അർത്ഥത്തിലും ഈ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ മുഴുകി തിരിച്ചു പോകാനുള്ള ഒരു തയ്യാറെടുപ്പോടുകൂടി തന്നെയാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ഇങ്ങനെ അണമുറിയാത്ത ഈ ഭക്തജന പ്രവാഹം, അവർക്കുള്ള എല്ലാ സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും പരാതികൾക്ക് ഇടവരുത്താതെ ഒരുക്കിയിട്ടുമുണ്ടോ? തീർച്ചയായിട്ടും കേൾക്കി. ഏതായാലും നിലവിൽ ഇപ്പോൾ ദേവസ്വം ബോർഡ് പറഞ്ഞിരിക്കുന്നത് 16ഓളം ബലിത്തറകളാണ് ഈ വർഷത്തേക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. മാത്രമല്ല, പോലീസും ഫയർഫോഴ്സും അടക്കം വലിയൊരു സജ്ജീകരണം തന്നെ ഒരുക്കിയിട്ടുണ്ട്. 1200ഓളം പോലീസുകാരെയാണ് ഈ 2 ദിവസങ്ങളിലായിട്ട്, അതായത് ഇന്നും നാളെയുമായിട്ട് ആലുവയിലും പരിസര പ്രദേശങ്ങളിൽ വിന്യസിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ പെരിയാറിൽ ഈ അപകട സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ട് ഈ സ്ഥലത്ത് ഈ നേവിയും ഒപ്പം തന്നെ ഫയർഫോഴ്സിന്റെ മുൻനിര വിദഗ്ധരെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, ഇപ്പോഴും ഈ ബലിതർപ്പണം ആരംഭിച്ച് അത് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇനി അല്പം കൂടി കഴിഞ്ഞാൽ ഈ വെള്ളത്തെഴുന്നള്ളിക്ക് മറ്റ് ചടങ്ങുകളിലേക്ക് കൂടി കടന്നു കഴിഞ്ഞാൽ ഈ ബലിത്തറകളെല്ലാം തന്നെ ബലിതർപ്പണത്തിന് വേണ്ടി എത്തിയിട്ടുള്ള ഭക്തരെ കൊണ്ട് നിറയുന്ന കാഴ്ച തന്നെയായിരിക്കും നമുക്ക് ഏതായാലും കാണാൻ സാധിക്കുക. വലിയ രീതിയിൽ തന്നെ ഇപ്പോൾ തന്നെ ഭക്തർ ഇങ്ങോട്ട് എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇനിയും സമയം കഴിയുന്തോറും ഒരുപാട് പേർ, ലക്ഷക്കണക്കിന് തന്നെ ഭക്തർ ഈ തവണയും ഈ ആലുവ ശിവരാത്രി മണപ്പുറത്തേക്ക് എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതായാലും വിപുലമായിട്ടുള്ള ഒരു സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡും അറിയിച്ചിരിക്കുന്നത്.